RSSന്റെ 100ാം വാർഷികം പ്രമാണിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഒരു 100 രൂപയുടെ നാണയം ഇറക്കിയിട്ടുണ്ട്. അതിൽ വിവാദമായ ഭാരതാംബയുടെ ചിത്രവും RSSന്റെ യൂണിഫോം ഇട്ട പ്രവർത്തകരുടെയും ചിത്രവുമാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരു സംഘടനകളും ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. CPM മാത്രമാണ് ഇതിനെതിരെ പ്രതികരിച്ച ഏക രാഷ്ട്രീയ പാർട്ടി, അതും ഒരു പത്രപ്രസ്താവനയുടെ മാത്രം. സാധാരണയായിട്ട് ഒരു നാണയം ഇറങ്ങുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കറൻസി നോട്ടുകൾ മാത്രമേ പ്രിന്റ് ചെയ്യാൻ അധികാരമുള്ളൂ. നാണയം ഇറക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഫിനാൻസ് മിനിസ്ട്രിയുടെ അംഗീകാരത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റാണ്. അങ്ങനെ ഇറക്കുന്നതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ദേശീയ അംഗീകാരമുള്ള ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു സംഘടന ആയിരിക്കണം. വിഭജനാത്മകമായോ വിവാദപരമായ ഒരു രാഷ്ട്രീയ പാർട്ടികളോ സംഘടനയോ ആവാൻ പാടില്ല. സംഘടനയുടെ പ്രവർത്തനം ദേശീയ തലത്തിൽ സാമൂഹ്യമോ രാഷ്ട്രീയമോ വൈജ്ഞാനികമായോ അല്ലെങ്കിൽ ശാസ്ത്രീയപരമായ എല്ലാ കാര്യങ്ങളിലും അത് എന്തെങ്കിലും പ്രാധാന്യമുണ്ടായിരിക്കണം. ഇന്ത്യൻ കോയിനേജ് ആക്ട് 2011 ആ ആക്ട് പ്രകാരമാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് ഇത്തരം നാണയങ്ങൾ ഇറക്കാൻ അധികാരം കൊടുക്കുന്നത്. മുൻപ് ഇങ്ങനെ നാണയം ഇറക്കിയിട്ടുണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെൻറ്. അതായത് ശ്രീനാരായണ ഗുരു, സ്വാമി വിവേകാനന്ദൻ, മദർ തെരേസ ഇവരുടെയൊക്കെ വാർഷികം പ്രമാണിച്ച് ഇത്തരം ഇറക്കി. മാത്രമല്ല ഈ മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മദിനം പ്രമാണിച്ച് അന്നും ഒരു നാണയം ഇറക്കിയിരുന്നു. കൂടാതെ ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ 100ാം വാർഷികം ആഘോഷിച്ചിരുന്നു, നാണയം ഇറക്കിയിരുന്നു. ഇതൊക്കെ ഇറക്കിയിരുന്നു. അതായത് RSSനെ ആരും എതിർക്കാൻ ഇപ്പോൾ ശക്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഭാരതത്തിൽ ഇല്ല എന്ന് സമ്മതിച്ചുകൊണ്ടാണ് ഇപ്പോൾ RSS എല്ലാ മേഖലകളിലും ശക്തമായ സ്വാധീനം ചെലുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നു.